നമസ്കാരം, എല്ലാവർക്കും പ്രിയ ഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ ഉയരത്തിൽ നിൽക്കുന്ന മുരിങ്ങ മരത്തിൽ നിന്നും മുരിങ്ങയ്ക്കകൾ എങ്ങനെ ഈസി ആയിട്ട് പറിച്ചെടുക്കാമെന്ന് കാണിക്കാം. മരത്തിൽ എത്ര ഉയരം ഉണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല. നമുക്ക് ഒരു PVC പൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മുരിങ്ങയ്ക്കകൾ പറിച്ചെടുക്കാം. മരത്തിന് യാതൊരു കേടും വരികയില്ല, കൊമ്പൊന്നും ഒടിഞ്ഞു പോകില്ല. സുഖമായിട്ട് ഇതുപോലെ പറിച്ചെടുക്കാം. PVC പൈപ്പിനകത്തോട്ട് മുരിങ്ങയ്ക്ക കയറ്റി ഞെട്ടിൻ്റെ അവിടം വരെ കയറ്റണം. ഞെട്ടിൻ്റെ അവിടെ വെച്ചിട്ട് പൈപ്പൊന്ന് ചെറുതായിട്ട് തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്കിന് അത് ഒടിഞ്ഞിഞ്ഞ് വരും. 1.25 ഇഞ്ച് വ്യാസമുള്ളൊരു പൈപ്പാണ് എടുത്തിരിക്കുന്നത്. എത്രയും വ്യാസം വേണം. ഈ 1.25 ഇഞ്ച് പൈപ്പിൻ്റെ അത്രയും വ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിന് അകത്തോട്ട് കയറ്റാൻ പറ്റുള്ളൂ. ഇപ്പം ഇത്രയും നീളമുള്ള പൈപ്പ് എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേറെ നമുക്ക് തോട്ടയുണ്ടെങ്കിൽ തോട്ടയുടെ അറ്റത്തോട്ട് 1 മീറ്റർ പൈപ്പ് വാങ്ങിച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ട് അറ്റത്തൊരു എൻഡ് ക്യാപ്പും കൂടി ഇട്ട് കൊടുക്കണം, താഴത്തറ്റത്ത്. അപ്പം അതിനകത്തോട്ട് കയറ്റിയിട്ട് വെച്ച് പറിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ പറിച്ചെടുക്കുന്നത് കൊണ്ട് നമുക്ക് കൊമ്പൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. ഇടയ്ക്ക് നിൽക്കുന്ന നമുക്കിപ്പോൾ പിഞ്ച് ആയിട്ടുള്ളതും ഇച്ചിരി മൂപ്പത്തി ഇതുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ വിളഞ്ഞ് വന്നത് പറിച്ചാൽ മതി. പിഞ്ചൊക്കെ അവിടെ തന്നെ നിർത്തിയിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് വിളഞ്ഞതിനെ സെലക്ട് ചെയ്ത് പറിച്ചെടുക്കാൻ പറ്റും. ഈ മുരിങ്ങ മരത്തിന് അകം പൊള്ളയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. നമ്മളിവിടെ ടൈറ്റായിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് മരത്തിന്. താഴെയാണ് ഇത് നിൽക്കുന്നത്. നമ്മൾ ടെറസിൻ്റെ പുറത്ത് നിന്നാണ് ഇതിനെ പറിക്കുന്നതെങ്കിൽ കൂടിയും ടെറസിൻ്റെ മേളിൽ നിന്ന് നല്ല ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ നല്ലതായിട്ട് കെട്ടി വെച്ചതുകൊണ്ട് ഇവിടെ ശരിക്കും കാറ്റുണ്ട്. കാറ്റടിച്ചാലും പ്രശ്നമൊന്നുമില്ല. നല്ലൊരു കെട്ടി വെച്ചിരിക്കുകയാണ്. ഒരു വളവും കൊടുക്കുന്നില്ലെങ്കിലും 3-4 വർഷമായിട്ട് ഇപ്പോൾ ഇത് നിറച്ച് കായ്ക്കുന്നുണ്ട്. വർഷം തോറും നല്ല വിളവ് തരുന്നുണ്ട്. ഞങ്ങൾ ഒരു വളവും കൊടുക്കുന്നില്ല. ഒരു വർഷത്തിൽ ഏതാണ്ട് 8 മാസത്തോളം നമുക്ക് കായ്കൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഈ കായ്കൾ തീരുമ്പം പുതിയ പുതിയ കായ്കൾ വന്നുകൊണ്ടിരിക്കും. നിറച്ച് പൂത്ത് നിൽപ്പുകൊണ്ട് അത് കായാവും. ആ കായ്കളൊക്കെ വിളഞ്ഞ് പാകമായി വരുമ്പോഴത്തേക്കിന് അടുത്ത പൂക്കൾ വന്ന് അടുത്ത കായാവും. അങ്ങനെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പറിച്ച് ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുകയാണ്. ഞങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കും എല്ലാവർക്കും കൊടുക്കും. ഇത് കാണാൻ തന്നെ വളരെ വളരെ സന്തോഷമാണ്. ഭയങ്കര മനസ്സിന് സന്തോഷവുമാണ് ഇതിങ്ങനെ നിറച്ച് പൂത്തും കായ്ച്ചും ഒക്കെ നിൽക്കുന്നത് കാണാൻ.